എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് കോളിഫ്ലവർ വച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് മഞ്ചൂരിയനേക്കാളും വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഫ്രൈഡ് റൈസിനും ബിരിയാണിക്കും എന്തിനും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കോളിഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ലഞ്ച് ബോക്സിലേക്കും ഒക്കെ കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ളൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ ബാക്കിലുള്ള ഇലയെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് അത് ചെറിയ പീസാക്കിയത് അതുപോലെ ഇങ്ങനെ ബാക്കിൽ നിന്ന് വേണം ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ ഫ്ലവറൊന്നും ഒട്ടും പോകാതെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് വിടർത്തി എടുക്കണം. അതിന് ശേഷം പിന്നെ ആ വലിയ ഞെട്ട് പോലെയുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ വിടർത്തിയിട്ട് ഓരോരോ പെറ്റൽസാക്കി മാറ്റിയെടുക്കണം. ഇതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നല്ലപോലെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വയ്ക്കണം. അതിൽ എന്തെങ്കിലും കീടങ്ങൾ അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ടാണ്. ചിലർ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വയ്ക്കും. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് മഞ്ഞൾ ഇട്ടാൽ എൻ്റെ റെസിപ്പിയുടെ കളറിന് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ മഞ്ഞൾ ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 10 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ. ആ സമയത്ത് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് വേണം എരിവ് നിങ്ങൾ നോക്കാനായിട്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ബജ്ജിയെല്ലാം ഉണ്ടാക്കുന്ന അതേ പേസ്റ്റിൻ്റെ അതേ പരുവത്തിൽ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ ഒട്ടും കട്ടയില്ലാതെ കൈവച്ചിട്ട് എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നല്ല ഒട്ടും കട്ടയില്ലാത്തൊരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പേസ്റ്റിലേക്ക് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിരുന്ന കോളിഫ്ലവർ ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ പെറ്റൽസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് സ്പൂൺ വെച്ചിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ബാറ്റർ ആകാൻ പാകത്തിന് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല കട്ടിക്കുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ ശരിക്കും പെട്ടെന്ന് തന്നെ എല്ലായിടത്തും ആ മസാലയെല്ലാം ശരിക്കും പിടിക്കും. അപ്പോൾ അതിനായിട്ടൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാനിവിടെ നേരത്തെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും കളറൊന്നായി കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മളത് ക്രിസ്പി ആയിട്ട് അതിൻ്റെ പുറംഭാഗമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. കോളിഫ്ലവർ എന്തോരം ചെറുതായിട്ട് നമ്മൾ പീസ് ആക്കിയെടുക്കുന്നോ അത്രയും നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. അപ്പോൾ വലിയ പീസിനേക്കാളും നല്ലത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് എപ്പോഴും ചെറിയ പീസാണ് വറുത്തെടുക്കാനായിട്ട് നല്ലത്. ഇപ്പോൾ അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് ഞാൻ വറുത്തിട്ട് കോരിയെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ ഇങ്ങനെ ഈ കളറിൽ വേണം വറുത്തെടുക്കാനായിട്ട്. നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയിൽ റെഡ് കളറിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർക്കാതിരുന്നതും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. അടുത്ത സെറ്റും കൂടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഫുള്ള് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും വറുത്തെടുക്കുന്ന സമയത്ത്. അതുപോലെ ഇങ്ങനെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒടിച്ചിടിച്ച് ഇട്ട് കൊടുത്താൽ അത് ഓരോന്നായിട്ട് വിട്ട് കിട്ടും. നമ്മൾ മൈദയും അരിപ്പൊടിയും എല്ലാം ചേർത്ത് വറുക്കുന്നതായതുകൊണ്ട് ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി പിടിച്ചിരിക്കും. അപ്പോൾ തണുത്ത് കഴിയുമ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒടിച്ചിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിടെടുത്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾക്ക് ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്തിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കണം. അതിന് ശേഷം ഈ മാവ് ഇത്രയും ബാക്കി വന്നു. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഈ മാവ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നമുക്കിവിടെ നീക്കി വയ്ക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സെറ്റിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്കൊരു 4-5 പച്ചമുളക് ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ വറുക്കുന്ന സമയത്ത് അത്
പൊട്ടിത്തെറിക്കും. അപ്പോൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എണ്ണയിൽ പച്ചമുളക് ഇങ്ങനെയൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ പച്ചമുളക് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 5-6 വെളുത്തുള്ളി, വലുതാണെന്നുണ്ടെങ്കിൽ 5-6 മതി, അല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 വെളുത്തുള്ളി അല്ലി അതുപോലെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും വെളുത്തുള്ളിയും ശരിക്കും ഒന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ശരിക്ക് ഒന്ന് വരട്ടിയെടുക്കുക. ആ വരട്ടിയെടുത്തിരിക്കുന്ന ഇതിലേക്ക് നമുക്കിനി സോസാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 1/2 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ സോസിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 സോസും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചൂട് നല്ലപോലെ, ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം സോസ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ പാത്രം, നമ്മൾ ബാറ്ററിൽ മുക്കിയ പാത്രം, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്യുക. അത് നമ്മൾ ബാറ്റർ എടുത്തിരിക്കുന്ന ആ പാത്രം തന്നെ മതി. അതിലുള്ളതെല്ലാം എക്സ്ട്രാ എല്ലാം ശരിക്കും ഒന്ന് അതിലേക്ക് ആക്കി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് എക്സ്ട്രാ ഒരു 1/2 കപ്പ് വെള്ളം കൂടെയും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതാ ശരിക്കും ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചു തുടങ്ങുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചു തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു സവാള ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്തേക്കുമായിരുന്നു. ഇത് കുറച്ച് സ്ക്വയർ പീസാക്കി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെയുള്ള ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെയും ഒഴിച്ചിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് തിളപ്പിച്ച് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ക്യാപ്സിക്കവും സവാളയെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും തന്നെ ഇതെല്ലാം വെന്ത് കിട്ടും. ഇപ്പോൾ ക്യാപ്സിക്കം സവാളയും ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ വെള്ളമെല്ലാം ശരിക്കൊന്ന് ഡ്രൈ ആയിട്ട് വറ്റി തുടങ്ങുന്ന സമയത്ത് വേണം കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാനായിട്ട്. വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പായി കിട്ടാനായിട്ട് 2-3 മിനിറ്റ് ചെറിയ ചൂടിലൊന്ന് അടച്ചു വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ശരിക്ക് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ആ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എള്ള് ഒന്ന് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒന്ന് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതിൽ കുറച്ച് മല്ലിയിലയും കൂടെയും വിതറിയിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.